നുണക്കുതി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് നുണക്കുതി. ഇതിലെ കഥയിലോട്ട് വരികയാണെങ്കിൽ ബേസിൽ ജോസഫിന്റെ കഥാപാത്രമായി ഇവിടെ ഓഫീസിൽ നടക്കുന്ന ഒരു റെയ്ഡും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എബി പറയുന്ന ഒരു കള്ളവും ആ കള്ളം പിന്നീട് എബിയെ എത്തിക്കുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് പുള്ളി അങ്ങനെ രക്ഷപ്പെട്ടു വരുന്നുവെന്നുമാണ് ഈ സിനിമ മൊത്തമായിട്ട് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലെ റൈറ്റിംഗ് ആണ്. ജിത്തു ജോസഫിന്റെ തന്നെ ഇതിനു മുമ്പ് വന്ന കൂമ എന്ന സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇതിന്റെയും കഥ എഴുതിയിരിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കെല്ലാം പ്രോപ്പർ ബാക്ക് സ്റ്റോറിയും അവർക്കൊരു പ്രശ്നവും കൊടുത്ത് അവയെല്ലാം ഹൈപ്പർ ലിങ്ക് ചെയ്ത് ഒരു പോയിന്റിലെത്തി പിന്നെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ വളരെ മനോഹരമായാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ പെർഫോമൻസ് ആണ്. ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സേഫ് സോൺ തന്നെയാണ്. കോമഡി, പുള്ളി എപ്പോഴും ചെയ്യുന്ന ചാംനെസ്സും ബോയ് നെക്സ്റ്റ് ഡോർ സംഭവങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. ഗ്രേസ് ആന്റണിയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഒരു സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടീനായി മാറുന്ന സിദ്ദിഖിന്റെ കഥാപാത്രമെല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് ബൈജു. ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിനോട് അടുക്കുമ്പോഴാണ് പുള്ളിയുടെ കഥാപാത്രം വരുന്നത്. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ കഥാപാത്രം വരുന്ന ഓരോ സീക്വൻസിലും പുള്ളി ചെയ്യുന്ന കൗണ്ടർ ആയിട്ട് പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. സിനിമാറ്റോഗ്രാഫിയും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ്, പിന്നെ ഒരു കാറിനുള്ളിൽ, പിന്നെ ആ കാർ പോകുന്ന ചേസിങ്, അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ സിനിമ കഥ നടക്കുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ വളരെ മനോഹരമായി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോമഡി പോർഷനിലോട്ട് വരുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കോമഡി കൈകാര്യം ചെയ്താണ് പോകുന്നതെങ്കിലും വളരെ കുറച്ച് പോർഷൻസിൽ കോമഡി മാത്രമേ വർക്കൗട്ടായി തോന്നിയുള്ളൂ. സിനിമ തുടങ്ങി ഫസ്റ്റിലെ കുറച്ച് കോമഡികളും പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് കോമഡികളും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കോമഡികളും വർക്കൗട്ടായി. പിന്നീട് ഇതിൽ കുടിയന്മാരുടെ ഒരു ഭാഗം വരുന്നുണ്ട്, നമ്മുടെ സിദ്ദിഖൊക്കെ വരുന്ന ഭാഗം. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് നന്നായിരുന്നെങ്കിലും ആ കുടിയന്മാരുടെ ഒരു പോർഷൻ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാതെ കടന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് കോമഡി എൻ്റർടൈനറാണ് ഈ സിനിമ.